മമ്പാട് MES സ്കൂളിലെ ഫാത്തിമ ഫിദയുടെ ആത്മഹത്യയിൽ പോലീസിനും സ്കൂളിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പിതാവ്. ലോക്കൽ പോലീസ് അന്വേഷണം വഴിതെറ്റിക്കുകയാണെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും ഷാജഹാൻ ആവശ്യപ്പെട്ടു. സ്കൂൾ അധ്യാപകരാണ് മരണത്തിന് ഉത്തരവാദികളെന്നും ഫാത്തിമയുടെ പിതാവ് ഷാജഹാൻ ആരോപിച്ചു. മമ്പാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയുടെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ടാണ് ഫാത്തിമ ഫിദയുടെ പിതാവ് കെ ഷാജഹാൻ വാർത്താസമ്മേളനം നടത്തിയത്. മരണം നടന്ന് 1 മാസം പിന്നിട്ടിട്ടും സഹപാഠികളുടെ മൊഴിയെടുക്കാൻ ലോക്കൽ പോലീസ് തയ്യാറായിട്ടില്ല. അധ്യാപകരെ മാറ്റി നിർത്തി അന്വേഷിക്കാൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത്. ആരോപണ വിധേയരായ അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റും സംരക്ഷിക്കുകയാണ്. കോപ്പിയടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്തതിൽ അധ്യാപകർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ക്രൂരമായാണ് അധ്യാപകർ പെരുമാറിയതെന്ന് സഹപാഠികളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കടുത്ത മാനസിക സംഘർഷത്തിലായ കുട്ടി യൂണിഫോം പോലും മാറാതെ മുറിയിൽ കയറി ജീവനൊടുക്കുകയായിരുന്നു. എത്താൻ പറ്റാത്ത സമയമായതുകൊണ്ട് ഞാൻ തന്നെ പോയി ഒരു 11:45 എക്സാം ചെയ്യുന്ന സമയത്ത് എത്താനാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഞാൻ സ്കൂളിലെത്തിയ സമയത്ത് 5 മിനിറ്റ് ഞാൻ ഓഫീസിൽ ഇരുന്ന് അത് കഴിഞ്ഞ് നേരെ മോൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ കണ്ടപാട് കരയാണ് ചെയ്തിട്ടുള്ളത്. കാരണം തൊട്ട് ബാക്കിൽ തന്നെ ഹാഫീസ് എന്ന സാറ് വന്നു. എന്നിട്ട് പിന്നെ കുട്ടീനെ എൻ്റെ മുമ്പിൽ നിന്ന് മാന്യമായ രീതിയിലേക്ക് കോപ്പി അടിക്കരുത്, നിന്നെക്കാട്ടിലും പഠിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് കുട്ടികൾ ക്ലാസ്സിലുണ്ടല്ലോ എന്നതൊക്കെ തന്നെ എൻ്റെ മുമ്പിൽ മാന്യമായ രീതിയിൽ ഉപദേശിച്ചു. എൻ്റെ കുട്ടീനെ കൂടെ വിട്ടു. എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്ന എൻ്റെ മോള് എൻ്റെ വണ്ടീൻ്റെ പുറകിൽ ഇരുന്നുണ്ട്. ഒരു അക്ഷരം പോലും കൊണ്ടാണ് എൻ്റെ കൂടെ വന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും DGPക്കും ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. വാർഡംഗം VT കാസിം ചെയർമാനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഫിദയുടെ നീതിക്കായി നാട്ടുകാരും സമരരംഗത്തേക്കിറങ്ങുകയാണ്. മാതാവ് നസീഹ, ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ സവാദ് ആലിപ്ര, കൺവീനർ K സജ്ജാദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ, മലപ്പുറം.